രാജ്യം ഉറ്റുനോക്കുന്ന വനിതാ സംവരണ ബിൽ ഇന്ന് പാർലമെന്റിൽ നിർണായക ഘട്ടത്തിലാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ഈ ബില്ലിൽ മനോഹരമായ പുറംചട്ടയ്ക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട ഗൗരവമേറിയ മറ്റൊരു നീക്കം ഒളിച്ചു കടത്തുകയാണ് കേന്ദ്ര സർക്കാർ. 33% വനിതാ സംവരണം ഉറപ്പാക്കുന്ന ചരിത്രപരമായിട്ടുള്ള ബില്ലിനൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചേക്കാവുന്ന മണ്ഡല പുനർനിർണയം എന്ന വലിയൊരു മാറ്റത്തിനു കൂടെ കേന്ദ്ര സർക്കാർ കോപ്പുകൂട്ടുകയാണ്. ഇന്ന് വൈകിട്ട് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പാസാക്കേണ്ട ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിന് അപകടക്കെണികൾ ഏറെയാണ്. വനിതാ സംവരണം നടപ്പാക്കാൻ മണ്ഡല പുനർനിർണയം അനിവാര്യമാണെന്ന വാദവുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് നടപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. നിലവിലെ 543 ലോക്സഭാ സീറ്റുകൾ 850 ഉയരും. ഇതിനായി മാനദണ്ഡമാക്കുന്നത് 2011 ജനസംഖ്യാ കണക്കെടുപ്പാണ്. എന്നാൽ 2011 ശേഷം ഈ വർഷവും അടുത്ത വർഷവുമായി നടക്കാനിരിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ മാനദണ്ഡം എവിടെയാണ് പരിഗണിക്കുക? സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ലഭിക്കാവുന്ന രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിക്കാനാണോ ഈ നീക്കങ്ങളെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പുനർനിർണയം നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സന്തുലിതാവസ്ഥ തകർച്ചയിലേക്കാണ് പോകുക. കൃത്യമായി പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകും. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ 80 നിന്ന് 120 ഉയരും. വടക്കൻ ബ്ലോക്കിന് മാത്രം ഏകദേശം 200 അധിക സീറ്റുകൾ ലഭിക്കും. എന്നാൽ ഇതേ സമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യമോ? കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ശബ്ദങ്ങൾ പാർലമെന്റിൽ ദുർബലമാകും. അതായത് ഇവിടങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നത്. ഭൂരിപക്ഷ പരിധി 272 നിന്ന് 408 ഉയരുന്നതോടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷം മാത്രം മതിയാകും ഒരു പാർട്ടിക്ക് രാജ്യം ഭരിക്കാൻ. ഇത് പ്രാദേശികമായ പാർട്ടികളുടെ പ്രസക്തി തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുള്ളതാണ്. വനിതാ സംവരണം നടപ്പിലാക്കാൻ സീറ്റുകൾ ഇത്രയധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. 25% സീറ്റ് വർധനവ് പോലും സംവരണം പ്രായോഗികമാക്കാൻ മതിയെന്നിരിക്കെ എന്തിനാണ് 50% വർധനയിലേക്ക് സർക്കാർ പോകുന്നത്? എന്നുവെച്ചാൽ ഇതൊരു സാധാരണ ഭരണ നടപടിയല്ല, മറിച്ച് രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു നീക്കമാണിത്. അങ്ങനെ സംഭവിച്ചാൽ അത് സാമൂഹിക പുരോഗതി കൈവരിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിലാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ശബ്ദം ഇല്ലാതാക്കുന്നത് വളരെയധികം അപകടകരമാണ്. ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ ആ മാറ്റങ്ങൾ വിശ്വാസത്തിലും സമവായത്തിലും അധിഷ്ഠിതമായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനൊപ്പം ജനങ്ങളും ഇത്തരം ബില്ലുകളെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും.